എല്ലാവർക്കും നമസ്കാരം. ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ഇത് ഗ്രീൻ ഗ്ലോബൽ ആയിരുന്നു ചാനൽ. ഇപ്പോൾ നമ്മൾ ചിങ്ങമാസത്തിലാണ് ഇതിൻ്റെ പേരെല്ലാം മാറ്റി, കെട്ടും മട്ടും എല്ലാം മാറ്റി കൂടുതൽ വലിയ വിപുലമായ സന്നാഹത്തിലേക്ക് പോവുകയാണ്. ഈ ചാനൽ എല്ലാവരും കാണണം. നമുക്ക് ആവശ്യമായ സംഭാവനകൾ അയച്ചു തരണം. അതുപോലെ തന്നെ പരസ്യങ്ങൾ നൽകണം. നിങ്ങളുടെ പരാതികൾ ആവലാതികൾ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കുന്ന പല പരാതികൾക്കും പരിഹാരമുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റെടുത്ത പല വിഷയങ്ങൾക്കും പരിഹാരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അങ്കണവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും കുറിച്ച് ഞങ്ങൾ സുഭാഷിതം എന്ന ഞങ്ങളുടെ സിസ്റ്റർ ചാനലായിട്ടുള്ള ഡിജിറ്റൽ ചാനലുള്ള സുഭാഷിതം വഴി ഞങ്ങൾ കുറേ അധികം വീഡിയോ ചെയ്തിരുന്നു. ഒരു 100 വീഡിയോക്കകത്ത് ചെയ്തു. അപ്പോൾ പുതിയ കാര്യങ്ങളാണ് അങ്കണവാടികളുടെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വരുന്നത്. എന്തായാലും വരുന്ന കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യാൻ ഏതെങ്കിലും ഒരു വിഷയം ടേക്കപ്പ് ചെയ്യണമെന്ന് സുഭാഷിതവും ഈ ഗ്ലോബൽ മലയാളി ന്യൂസും തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അങ്കണവാടി വർക്കർമാരെയും ഹെൽപ്പർമാരുടെയും പെൻഷൻകാരുടെയും വിഷയം ഞങ്ങൾ സീരിയസ് ആയി ടേക്കപ്പ് ചെയ്യുകയാണ്. അപ്പോഴാണ് CITUവിൻ്റെയും INTUCയുടെയും സമരങ്ങളുണ്ട്. ആരുടെ? സംഘടനകളുടെ, സർവീസ് സംഘടനകളുടെ. ഈ സർവീസ് സംഘടനകളുടെ സമരത്തിൽ ഏറ്റവും വലിയൊരു മുദ്രാവാക്യമായി അവർ ഉയർത്തിയത് ഒന്ന് പോസ്റ്റർ ട്രാക്കർ, ഡൽഹിയിൽ നിന്നുള്ള കേന്ദ്ര ഗവൺമെൻറ് പോസ്റ്റർ ട്രാക്കറിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ഫോണിൻ്റെ പ്രശ്നം, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ സമരം ചെയ്തു. ഇപ്പോൾ 2 ദിവസമായുള്ള സമരം കഴിഞ്ഞിട്ട് എല്ലാവരുടെ സമരവും കഴിഞ്ഞു. പട്ടിണി സമരം ഉണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായിരുന്നു, പിന്നെ വനിതാ ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് മാർച്ച് ഉണ്ടായിരുന്നു, ജില്ലാ ഓഫീസുകളിലേക്ക് മാർച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതിലൊരു പ്രധാന ആവശ്യം സൂപ്പർവൈസർമാരുടെയും CDPമാരുടെയും പീഡനം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇതും ചില വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങളുടെ ഗ്രൂപ്പ് വഴി എനിക്കൊരു വോയിസ് കിട്ടിയിട്ടുണ്ട്. അത് വടശ്ശേരിക്കര പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വോയിസാണ്. ഞാൻ പഞ്ചായത്തിനങ്ങ് പറയുകയാണ്. കാര്യം ചില കാര്യങ്ങൾ സ്പെസിഫിക്കായി പറഞ്ഞു പോയാൽ ഇനി കറക്റ്റ് ചെയ്യാൻ പറ്റൂ. ഇതുവരെ നമ്മളങ്ങനെ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ അത് പറയാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര പഞ്ചായത്തിലെ ഒരു ഓഫീസർ, അത് ഇനി CDP ആണോ സൂപ്പർവൈസറാണോ എന്നുള്ളത് ആരും പറയുന്നില്ല, അതൊരു രഹസ്യമായിരുന്നോട്ടെ. ഒരു ഓഫീസർ, വനിതയാണ്. അവർ തിരുവനന്തപുരത്തുള്ള വനിതയാണ്. അവരുടെ ശബ്ദം ആണ്, അവർ ഗ്രൂപ്പിൽ കൊടുത്ത നിർദ്ദേശമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ മോശം ഒരു പരുക്കൻ ഭാഷയാണ്. രാത്രി ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നു, ഞാൻ നിങ്ങളോട് അങ്കണവാടികളുടെ സ്ക്വയർ ഫീറ്റും സെൻറ്റും ഒക്കെ ചോദിച്ചിട്ട് ആരും തന്നില്ല, ഇന്ന് രാത്രി തന്നെ കിട്ടണം, ഗ്രൂപ്പിൽ കിട്ടണം, പാതിരാത്രിയാണ് കിട്ടണമെന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് മുമ്പേ നിങ്ങൾ എൻ്റെ ഓഫീസിൽ കൊണ്ടുതരണം, എനിക്ക് മെസ്സേജ് ഇട്ടാൽ പോരാ. എന്ത് ശിക്ഷയാണ്? ശരി, രാത്രി കിട്ടണമെന്ന് പറഞ്ഞു. അവർ ചിലപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞു വന്നപ്പോൾ രാത്രി ആയി പോകാനും. ഓക്കെ, അത് പരിഹരിക്കാം. സ്ത്രീകൾക്ക് തന്നെയാണ് മെസ്സേജ് ഇടുന്നത്. അങ്കണവാടി വർക്കർമാരും ഹെൽപ്പർമാരെല്ലാം സ്ത്രീകളാണ്, പുരുഷനല്ല. ഓക്കെ, കുഴപ്പമില്ല. രാത്രി മെസ്സേജ് ഇട്ടു, നിങ്ങൾ നാളെ എനിക്ക് എത്തിക്കണേ, അത് നല്ല മെസ്സേജ്. അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഇന്ന് രാത്രി ഇടണേ, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയെങ്കിൽ രാവിലെ ഇടണേ, നല്ല മെസ്സേജ്. എല്ലാവരും ഒന്ന് തരണേ, നല്ല മെസ്സേജ്. തരണം, അതും നല്ല മെസ്സേജ്. ഇതൊരു ഭീഷണിയുടെ സ്വരമാണ്. അത് കേട്ടാൽ അതിൻ്റെ ബോഡിയിൽ ഇട്ടിരിക്കുന്ന ആളിൻ്റെ ഇട്ട സമയത്തുള്ള ബോഡി ലാംഗ്വേജ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. വളരെ മോശമാണ്. അങ്ങനെ പറയാൻ പാടുണ്ടോ? നിങ്ങളുടെ അടിമകളൊന്നുമല്ലല്ലോ. ഇനി മറ്റൊരു തമാശ എന്തെന്ന് വെച്ചാൽ, ഈ പറഞ്ഞിരിക്കുന്ന ഓഫീസർ നേരത്തെ അങ്കണവാടി വർക്കറായിരുന്നു. അതിൽ നിന്ന് കുറേ വർഷം ജോലി ചെയ്ത് ടെസ്റ്റ് എഴുതി മാറിയവരാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർ അങ്കണവാടി ഉയർന്ന തസ്തികകളിലേക്ക് പോയിട്ടുണ്ട്. CDPമാരായിട്ടും സൂപ്പർവൈസർമാരായിട്ടും താഴെ വർക്കർമാരായി ജോലി ചെയ്തവർ പോയിട്ടുണ്ട്. പല ഹെൽപ്പർമാരും വർക്കർമാരായിട്ടും മാറിയിട്ടുണ്ട്. വല്ലന്തര അഹങ്കാരമാണ് അങ്ങനെ പറയുന്നതിൽ. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. അങ്കണവാടി സംസ്ഥാനത്ത് 33,000-ലധികം വരുന്ന അങ്കണവാടികളുണ്ട്. അതുണ്ടായിട്ട് 50 വർഷമാകുന്നു എല്ലാം കൂടി. 1975 ഒക്ടോബർ 2-നാണ്. ഇപ്പം 50 വർഷമായി. അതുകൊണ്ട് ഇതിൻ്റെ സംസ്ഥാന ഡയറക്ടർ, വനിതാ ശിശുക്ഷേമ സമിതി സംസ്ഥാന ഡയറക്ടർ ഹരിത S. കുമാർ IAS അവர்களോട്, മേഡത്തിനോട് പറയാനുള്ളത്, മേഡം 50-ാം വർഷത്തിലെങ്കിലും നിങ്ങളൊരു അങ്കണവാടി ഡേറ്റാബേസ് ഡോക്യുമെൻ്റ് രജിസ്റ്റർ ഉണ്ടാക്കണം. അത് കമ്പ്യൂട്ടറൈസ് ചെയ്യണം. അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കണം. അത് ഹാർഡ്വെയറിലും വേണമെങ്കിൽ എടുത്തു വെച്ചോട്ടെ. ഒരു പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന എത്ര അങ്കണവാടി വന്നാൽ, എത്ര വാർഡ് വരും, അതിന് 10 ചിലപ്പോൾ 10, 20, 30 ഒക്കെ വരുമായിരിക്കും. ഒരു CDPയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറുടെ കീഴിൽ. അതിനെ സംബന്ധിക്കുന്ന ഓരോ അങ്കണവാടിക്കും ഒരു ചെറിയ രജിസ്റ്റർ, ഒരു 4-5 പേജുള്ള എല്ലാം കൂടെ ചേരുന്ന ഒരു വലിയ രജിസ്റ്റർ അവിടെ സൂക്ഷിക്കണം. അങ്കണവാടി ഉണ്ടായിട്ട് ഇത്രയും വർഷമായിട്ടും ഈ വോയിസ് ഇട്ട ഓഫീസറുടെ ഓഫീസിൽ ഓരോ അങ്കണവാടിക്കും എത്ര സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഉണ്ടെന്നില്ല എന്ന് പറഞ്ഞാൽ അതാരുടെ വീഴ്ചയാണ്? അത് ഈ
വിരട്ടി വാങ്ങാൻ നിൽക്കുന്ന ഓഫീസറുടെയാണോ വിരട്ട് കേൾക്കേണ്ടി വരുന്ന പാവങ്ങളുടെയാണോ? വളരെ കഷ്ടമാണ്. അടിയന്തരമായ ഒരു സ്റ്റേറ്റ് അങ്കണവാടി സ്റ്റേറ്റ് ഡേറ്റ സെല്ല് തുറക്കണം. അത് ICDSൻ്റെ സ്റ്റേറ്റ് ഓഫീസിൽ തുറക്കണം. ജില്ലാ ഓഫീസുകളിൽ സെല്ല് തുറക്കണം. വളരെ എളുപ്പമാണല്ലോ, ഒരു ആർക്കൈവ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. മാത്രമല്ല താഴെത്തലുള്ള എല്ലാ ഓഫീസിലും അതിനൊരു സിസ്റ്റം ഉണ്ടാകട്ടെ. അതിനകത്ത് ഈ കാര്യങ്ങൾ വാങ്ങുന്ന പരിപാടി നോക്കുക. 10 മണി തൊട്ട് 6 മണി വരെ 4 മണി വരെ 10 മണി തൊട്ട് 5 മണി വരെ ജോലി വെച്ചിരിക്കുന്നതും 9:30 തൊട്ട് 3:30 വരെ സ്കൂളൊക്കെ വെച്ചിരിക്കുന്നത് ബാക്കി സമയം റെസ്റ്റ് എടുക്കാനാണ്, അല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾ നോക്കാനാണ്. അപ്പോൾ പാതിരാത്രി മെസ്സേജ് ഇടുക, രാത്രി തന്നെ തന്നില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, രാവിലെ കൊണ്ട് തന്നോളൂ എന്ന് പറയുക. ഇതൊന്നും ഒരു സിസ്റ്റത്തിൽ നല്ലതല്ല. ഒരു ടീമായി നിന്ന് ജോലി ചെയ്യുക. എല്ലാവരെയും ആ ടീമിൻ്റെ ഭാഗമായി കാണുക. ഓഫീസിൽ പിയൂണും സെക്യൂരിറ്റിയും ഉൾപ്പെടെ വർക്ക് ചെയ്താലേ ചീഫ് സെക്രട്ടറി ഓഫീസായാലും പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് അധികാരഗർവും ഈ അഹന്തയും ഒന്നും നമുക്ക് ആർക്കും ഭൂഷണമല്ല. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും സ്ത്രീകളാണ്. അതുകൊണ്ട് ആ വടശ്ശേരിക്കര ഓഫീസറോട് പറയാനുള്ളത്, അതിലൊരുപാട് ഓഫീസർമാരുണ്ട്, അതാണ് ഞാൻ സ്പെസിഫിക്കായിട്ട് ഒരാളുടെ പേര് പറയാത്തത്. ഒരുപാട് പേരുണ്ട്. അതിൽ ആരായാലും അവർ തിരുത്തുക. നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ മീറ്റിങ്ങിലായാലും ഇതുപോലത്തെ വോയിസിലായാലും കുറച്ചുകൂടി മ്യൂച്വൽ റെസ്പെക്റ്റിലുള്ളതായാൽ എന്തൊരു മനോഹരമായിരിക്കും, സന്തോഷകരമായിരിക്കും. അത് അവർക്കുള്ള മെസ്സേജാണ് ഞങ്ങളുടെ ചാനലിൻ്റെ. ഗവൺമെൻറ്റിനുള്ള സന്ദേശം, ഇതിനകത്തൊരു സ്റ്റേറ്റ് ഡേറ്റ അങ്കണവാടി ഡേറ്റാ സെൻറ്റർ ഉണ്ടാകട്ടെ.